നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ടിൽ എങ്ങനെയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതുപോലുള്ളൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കോളംസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ ഒരു ടു ഡു ലിസ്റ്റ് ആണ് വിചാരിച്ചു. അപ്പൊ നമുക്കൊരു സെറ്റ് ഓഫ് ടാസ്ക് ടു ഡൂവിൽ ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് ടാസ്ക് ഇൻ പ്രോഗ്രസ്സിൽ ഉണ്ടാവും, അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത ഒരു സെറ്റ് ഓഫ് ടാസ്ക് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഒരു വർക്ക് നമുക്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ അതിന്റെ അനാലിസിസും സൊല്യൂഷൻ ഡിസൈനും എല്ലാം ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും ഇൻ പ്രോഗ്രസ്സിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൺസ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റിംഗ് ഡിപ്ലോയ്മെന്റ് എല്ലാം അവിടെ പെൻഡിങ് ആയിരിക്കും അല്ലെ. അപ്പോ ഇപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ്. ഇതിലെ ഓരോ ടാസ്കിനെയും നമുക്ക് എന്ത് ചെയ്യാം, വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്യോ അതല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഒക്കെ ഇൻ പ്രോഗ്രസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളത്തിലേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിടണം. അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിസൈൻ വയർ ഫ്രെയിംസ് എന്നുള്ളത് ഇത് എവിടേക്ക് ഇട്ടു, ഇത് ഡെവലപ്മെന്റ് കോമ്പോണൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ കംപ്ലീറ്റഡ് ഇട്ടു. അപ്പൊ ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറി DND കിറ്റ് ആണ് റിയാക്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ഈസിലി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. നിങ്ങൾ മേ ബി റിയാക്ട് ബ്യൂട്ടിഫുൾ DND യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ ഒരു DND കിറ്റ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. സോ ഞാൻ ആസ് യൂഷ്വൽ വിഷ്വൽ സ്റ്റുഡിയോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്താൽ വൈറ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ കമാൻഡ് നിങ്ങൾക്ക് അറിയാലോ, npm സ്പേസ് ക്രിയേറ്റ് വൈറ്റ് ലേറ്റസ്റ്റ്. ഈ സെയിം ഡയറക്ടറി മതി, പാക്കേജ് നെയിം സെയിം മതി, റിയാക്ട് ചൂസ് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാം, npm i. നെക്സ്റ്റ് നമ്മൾ ടെയിൽവിൻഡ് CSS ആണ് നമ്മൾ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ടെയിൽവിൻഡ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ടെയിൽവിൻഡ് കോൺഫിഗറേഷൻ ഫയൽ, അതായത് ടെയിൽവിൻഡ് ഇനിഷ്യലൈസ് ചെയ്യണം. ഇതിന് കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ഫയലിലെ കണ്ടന്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള എക്സ്റ്റൻഷൻസ് എല്ലാം ആഡ് ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്യാം കേട്ടോ. അതായത് ടെയിൽവിൻഡ് ക്ലാസ് ഞാൻ ഓൾറെഡി ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അറിയില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി സോഴ്സിലെ index.css പോയിട്ട് എല്ലാ സ്റ്റൈലും റിമൂവ് ചെയ്തിട്ട് ടെയിൽവിൻഡ് ഡയറക്റ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ പ്രൊജക്ട് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്, app.css ക്ലിയർ ചെയ്യുവാണ്. app.jss ക്ലിയർ ചെയ്തിട്ട് RIFC കോഡ്സിനെ പറ്റി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഫയൽസ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. ഇനി ഞാൻ app.jxൽ പോയിട്ട് ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ആ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആ കോളംസും അതുപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ടാസ്കും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് വിധത്തിൽ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റനെ ബേസ് ചെയ്ത് ഈ ഒരു കോമ്പോണന്റിലേക്ക് കോളം വൈസ് ടാസ്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ സ്റ്റാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഫയലിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്യുന്നോ എവിടുന്ന് വേണമെങ്കിലും ഡാറ്റ റീഡ് ചെയ്യാം. ഞാൻ ഇവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് കോളംസും അതുപോലെ തന്നെ കോളംസിലേക്ക് ആഡ് ചെയ്യേണ്ട ടാസ്കും കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കോളംസിൽ വരുന്നത് നമ്മൾ ആ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ ടു ഡു, ഇൻ പ്രോഗ്രസ്, ഡണ്ണ്, ഈ 3 കോളംസ് അല്ലേ ഉള്ളത്. അപ്പൊ അതിന് ID സെറ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്യാപ്ഷൻ ആയിട്ട് ഹെഡിങ് ആയിട്ട് കാണിക്കേണ്ട ടൈറ്റിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇനിഷ്യൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു സെറ്റ് ഓഫ് ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ടാസ്ക് ആയിട്ട് അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതിലൊരു ഒബ്ജക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാസ്കിന് ഒരു ID ഉണ്ട്, അതുപോലെ തന്നെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഉണ്ട്, പിന്നെ സ്റ്റാറ്റസ് ഉണ്ട്. ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കറസ്പോണ്ട് ഇവിടെ സെയിം അല്ലേ, കോളം നെയിം തന്നെയാണ്. അതായത് കറന്റ്ലി നമ്മുടെ ഈ ടാസ്ക് ഏത് സ്റ്റാറ്റസിലാണ്, ടു ഡൂയില ഇൻ പ്രോഗ്രസ്സിലാണോ, ടു ഡൂയിലാണോ, കംപ്ലീറ്റഡ് ആണോ, അത് സെയിം ആയിരിക്കും, നമ്മുടെ കോളത്തിന്റെ IDയോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ നമുക്കിത് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കോളംസ് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഒരു കോളത്തിലേക്ക് ടാസ്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ഈ ഡിവിഷൻ ഫസ്റ്റ് ഈ എക്സിസ്റ്റിംഗ് ഡിവിഷൻ ആട്ടോ റീയൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ടെയിൽവിൻഡ് ക്ലാസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലെക്സ് സ്പേസ് ഇൻബിറ്റ് ഓരോ കോളംസ് നമ്മളോട് സ്പേസ് 4 കൊടുക്കാം. അതുപോലെ തന്നെ പാഡിങ് ഒരു 4 കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ടീൽ അപ്ലൈ ചെയ്യാം, ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. ഇനി
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോളം അല്ലേ ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഈ കോളം അരയിൽ കൂടെ മാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇൻ കേസ് API എന്നൊക്കെ ഡാറ്റ ഫെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ആണോ എന്നാട്ടോ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ കോളത്തിൽ കൂടെ മാപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ കോളം ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ കോളം ഈ സെയിം പേജിലല്ല ചെയ്യുന്നത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഈ കോളം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് coളം.jxs എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി RIFC കോഴ്സിനെ പറ്റി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഈ ടൈറ്റിൽ ടാസ്കുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അസ്യൂം ചെയ്യാ എനിക്ക് രണ്ട് കാര്യങ്ങൾ ആ ഒരു app.jxs നിന്ന് വരുന്നുണ്ട്. ഒന്ന് കോളത്തിന്റെ ഡീറ്റെയിൽ, ആ ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്, കോളം ഒബ്ജക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ടാസ്കിന്റെ അരയും വരുന്നുണ്ട്. ഈ ഒരു കോളത്തിന് ഇപ്പൊ ടു ഡു എന്ന് പറഞ്ഞ കോളമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ടാസ്കിന്റെ അറേ ഓഫ് ഒബ്ജക്ട്സും വരുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോളം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ ഞാൻ ടെയിൽവിന്റെ ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ടെക്സ്റ്റ് സൈസ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ ലാർജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോണ്ട് സെമി ബോൾഡ് ആണ് സെറ്റ് ചെയ്യുന്നത്. മാർജിൻ സെറ്റ് ചെയ്യുകയാണ്. ഒരു ഷാഡോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹൈറ്റ് ഞാൻ ഫുൾ സ്ക്രീനിനാട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇനി ഈ കോളത്തിന്റെ അകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഒന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കണം. ഹെഡിങ്ങിന്റെ കണ്ടന്റ് നമുക്ക് ഓൾറെഡി ഈ കോളത്തിന്റെ അകത്ത് ടൈറ്റിൽ ഉണ്ടല്ലോ, അതായത് ഈ കോളത്തിന്റെ അകത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നോ, ഐഡിയും ടൈറ്റിലും ഉണ്ട്. അപ്പൊ കോളം ഹെഡിങ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ കറസ്പോണ്ടിങ് കോളത്തിന്റെ ടാസ്കുകൾ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ടാസ്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഞാനൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. എഗെയിൻ ക്ലാസ് നെയിം സെറ്റ് ചെയ്യാം, സ്പേസ്, ഓരോ ടാസ്കിനും ഇൻ ബിറ്റ്വീൻ ഒരു y ആക്സിന്റെ സ്പേസ് വെർട്ടിക്കലി അല്ലേ ആഡ് ചെയ്യുന്നത്, ഒരു 2 കൊടുക്കാം. ഇനി നമ്മൾ കോളത്തിൽ കൂടെ മാപ്പ് ചെയ്ത പോലെ ടാസ്കിന്റെ അരയിൽ കൂടെ മാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓരോ ടാസ്ക് ആയിട്ട് ആക്സസ് ചെയ്തിട്ട് ആ ടാസ്കിനെ നമ്മൾ ഈ ഒരു ഇന്റർഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഇനി എഗെയിൻ ഞാൻ ഈ ടാസ്കിൻ്റെത് ഇവിടെ അല്ല ചെയ്യുന്നത്, നമ്മുടെ കോമ്പോണൻസിന്റെ ഫോൾഡറിൽ പോയിട്ട് ഒരു task.jxs എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പോണന്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. RIFC കോഡ്സിനെ പറ്റി യൂസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെയാണ് നമ്മൾ ആ ഓരോ ടാസ്കും, അതായത് ആ ഒരു ഡിവിഷനും അതിൻ്റെ അകത്തൊരു ഹെഡിങ്ങും ടൈറ്റിലും അതിന്റെ ഡിസ്ക്രിപ്ഷനും സെറ്റ് ചെയ്യുന്നത്. എഗെയിൻ ഈ ടാസ്കിനും CSSന്റെ സ്റ്റൈൽ ആഡ് ചെയ്യുവാണ്. ഫസ്റ്റ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണമല്ലോ, അപ്പൊ നമുക്ക് കഴ്സർ വേണ്ടേ. അപ്പൊ കഴ്സർ നിങ്ങൾക്ക് എന്ത് വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഗ്രാബാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു റൗണ്ടഡായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഓൾറെഡി സ്റ്റീൽ അല്ലേ കൊടുത്തത്, ഇതൊരു 400 സെറ്റ് ചെയ്യാം. പാഡിങ് ഒരു 4ഉം എഗെയിൻ ഷാഡോ മുകളിൽ കൊടുക്കാം. എച്ച് ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഷാഡോ, ഓക്കെ, എച്ച് ഓവർ എഫക്റ്റ് സെറ്റ് ചെയ്തു. ഞാൻ ഈ കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇനി ഇതിന്റെ അകത്ത് എഗെയിൻ നമ്മളൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇതിന്റെ ഇൻപുട്ട് എടുത്തില്ല. ഇവിടെ നമുക്ക് എന്തായിരിക്കും വരുന്നത്, ആ ഓരോ ഇൻഡിവിജ്വൽ ടാസ്ക് ആയിരിക്കും അല്ലെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. എഗെയിൻ ഈ ടാസ്കിന്ന് ടൈറ്റിൽ എടുത്ത് ഹെഡിങ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ആ ടാസ്കിന്റെ ഡിസ്ക്രിപ്ഷൻ, സ്പെല്ലിങ് എടുക്കാതിരിക്കാൻ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനും ഞാനൊരു CSS ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് സൈസ് സ്മോള്, അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ കളറ് ന്യൂട്രൽ ഒരു
800 ആഡ് ചെയ്ത് കൊടുക്കാം. ഹെഡിങ്ങിനും ഫോണ്ട് സൈസ് ഒരു മീഡിയം കൊടുക്കാം. കളറ് ന്യൂട്രൽ 950 സെറ്റ്. ഇനി നമ്മൾ തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് കോളത്തിലേക്ക് വരിക. കോളത്തിന് ഈ ഒരു ടാസ്ക് കോമ്പോണന്റിനെ കോൾ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ടാസ്ക് അതിൽ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഫസ്റ്റ് ടാസ്ക് കോമ്പോണന്റിനെ കോൾ ചെയ്യാം. ഇനി കീ ആയിട്ട് ടാസ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ID പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടാസ്കും പാസ് ചെയ്യാനല്ലോ, നമ്മളിവിടെ റിസീവ് ചെയ്യുന്നല്ലേ, ഇൻഡിവിജ്വൽ ടാസ്ക് പാസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ app.jxsലേക്ക് തിരിച്ചു വരിക. ഇവിടെ നമ്മൾ കോളം കോമ്പോണന്റിനെ കോൾ ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. കോളം കോമ്പോണന്റിനെ കോൾ ചെയ്യാം. എഗെയിൻ കീ സെറ്റ് ചെയ്യണം. കീ ആയിട്ട് കോളത്തിന്റെ ID സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളല്ലേ ഇതിലേക്ക് പാസ് ചെയ്തത്, ആ കോളം ഒബ്ജക്റ്റും അതുപോലെ തന്നെ അതിലേക്ക് അസൈൻ ചെയ്യേണ്ട ടാസ്കും. അപ്പൊ ഫസ്റ്റ് ഞാൻ കോളം ആട്രിബ്യൂട്ട് ആയിട്ട് ഈ ഒരു കറസ്പോണ്ടിങ് കോളം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലേക്ക് ഈ എൻറ്റയർ ടാസ്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുവാണ്. കോൺസ്റ്റ് ടാസ്ക് സെറ്റ് ടാസ്ക് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യാം. ഈ ഇനിഷ്യൽ ടാസ്കിനെ പാസ് ചെയ്ത് കൊടുക്കുക. അറേ ഓഫ് ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കുക. എന്റെ ടാസ്ക് എന്ന് കൊടുക്കുക കേട്ടോ. ഇനി ഈ എൻറ്റയർ ടാസ്കിന്റെ അറേ അല്ല നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു കോളം ഏതാണോ, ഇപ്പൊ ഈ കോളത്തിൽ ഒരു ID സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ID എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാറ്റസ് ആണ്. അതിനോട് മാച്ച് ആവുന്നത് മാത്രമേ ഈ അറേന്ന് എടുത്ത് പാസ് ചെയ്യാവുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടാസ്ക് പ്രോപ്പർട്ടീനെ ഫിൽട്ടർ ചെയ്യണം. ടാസ്ക് സെറ്റ് ചെയ്യേണ്ടത് എന്റെ ടാസ്കിനെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്യുമ്പം കണ്ടീഷൻ എന്താ അപ്ലൈ ചെയ്യേണ്ടത്, ഈ ഓരോ ഇൻഡിവിജ്വൽ ടാസ്കിനെയും ആക്സസ് ചെയ്തിട്ട് അതില് ടാസ്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ് നമ്മുടെ ഈ കോളത്തിന്റെ ID ആയിട്ടല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. IDനോട് ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ ഒരു ടാസ്കുകൾ മാത്രം നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അതായത് ഫസ്റ്റ് നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യും, കോളത്തിന് IDയും അതുപോലെ തന്നെ കോളം ഒബ്ജക്റ്റും പാസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ടാസ്ക് പാസ് ചെയ്യണം. ടാസ്ക് എന്ന് പറയുന്നത് എന്താ, ഈ കോളത്തിന്റെ സ്റ്റാറ്റസിനോട്, അതായത് കോളത്തിന്റെ ID എന്ന് പറയുമ്പോൾ ഇപ്പൊ ടു ഡു ആണെങ്കിൽ ടു ഡൂയിലിരിക്കുന്ന ടാസ്കുകൾ മാത്രം ഫിൽട്ടർ ചെയ്ത് അത് മാത്രമേ കോളത്തിലേക്ക് പാസ് ചെയ്യുള്ളൂ. അവിടുന്ന് എഗെയിൻ കോളത്തിൽ നിന്ന് ടാസ്കിനെ കോൾ ചെയ്ത് ആ ഓരോ ഇൻഡിവിജ്വൽ ടാസ്കിനെയും ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ടെർമിനലിൽ പോയിട്ട് ഇതൊന്ന് റൺ ചെയ്യാം. npm run dev. ബ്രൗസറിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, നമ്മളെ കൊടുത്തിരിക്കുന്ന ഓരോ കോളംസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടു ഡു, വർക്ക് ഇൻ പ്രോഗ്രസ്, കംപ്ലീറ്റഡ്, അതിന്റെ കറസ്പോണ്ടിങ് ടാസ്കുകൾ അതിന്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഒരു ടു ഡു ലിസ്റ്റിലേക്കാണ് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷനാലിറ്റിക്ക് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, DND കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു DND കിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. എഗെയിൻ ഞാൻ ടെർമിനലിൽ പോവാണ്. റൺ ചെയ്തിരിക്കുന്ന പ്രൊജക്ടിനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. ക്ലിയർ ചെയ്തിട്ട് ഇതാണ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമാൻഡ്, npm install @dndkit/core. ഇത് നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു npm ഇൻസ്റ്റാളേഷൻ കമാൻഡ് കാണാൻ പറ്റും കേട്ടോ. എൻ്റർ അടിക്കാം. ഇപ്പൊ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ package.json ഫയലിൽ പോയിട്ട് ഡിപ്പെൻഡൻസീസിൽ ഈ ഒരു dndkit/core കണ്ടല്ലേ, 6.3.1 ആണ് അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അഗെയിൻ app.jxsലേക്ക് തിരിച്ചു വരണം. ഈ ഒരു DND കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ ബിൽറ്റ് ഇൻ കോമ്പോണന്റ് ആണ് DND കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻറ്റയർ കോമ്പോണന്റിലെ ഈ ഒരു DND കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രാഗും ഡ്രോപ്പും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവരുടെ ഈ ലൈബ്രറിയിൽ നിന്ന്
DND കോണ്ടെക്സ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ എൻറ്റയർ കോമ്പോണന്റിനെ എന്ത് ചെയ്യണം, ഈ ഒരു DND കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്തു. ഇനി നമ്മള് ഡ്രാഗ് ആൻഡ് ഇവന്റ് എഴുതണം അല്ലെ. അതായത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കോളത്തിന് ആ ടാസ്ക് എടുത്തിട്ട് നെക്സ്റ്റ് കോളത്തിലേക്ക് അസൈൻ ചെയ്യണം. ഏതാണോ നമ്മൾ എൻഡ് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്, ആ കോളത്തിലേക്ക് അസൈൻ ചെയ്യണം. അപ്പൊ അതിന്റെ മീനിങ് എന്താ, നമ്മൾ ഈ കോമ്പോണന്റിനെ റീറെൻഡറിങ് ചെയ്യണം അല്ലെ. അപ്പൊ ഫസ്റ്റ് DND കോണ്ടെക്സ്റ്റ് അല്ലെ, അതിൻ്റെ അകത്തുനിന്ന് ഓൺ ഡ്രാഗൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. ഹാൻഡിൽ ഡ്രാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഞാൻ കോൾ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, നോർമൽ ആരോ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ അകത്താണ് ആ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഡ്രോപ്പ് എൻഡ് ചെയ്യുമ്പോൾ എന്താണോ നടക്കേണ്ടത് ആ ഫംഗ്ഷൻ എഴുതുന്നത്. നോർമൽ ആരോ ഫംഗ്ഷൻ ആണ്. ഇനി ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഇവന്റ് ആയിരിക്കും. അപ്പൊ ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഏത് സോഴ്സ് ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇവന്റ് ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ ഈ ഇവന്റ് ഒബ്ജക്റ്റ് രണ്ട് കാര്യങ്ങൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഏതാണോ, അതായത് നമ്മുടെ സോഴ്സ്, നെക്സ്റ്റ് നമ്മൾ എന്തിലേക്കാണ് എച്ച് ഓവർ ചെയ്യുന്നത്, അതായത് ഏതിലേക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നത്, ഇത് രണ്ടെണ്ണാണ് ഇവന്റ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഞാനിത് രണ്ടും ഡീസ്ട്രക്ചറിങ് ചെയ്തെടുത്തു. കാരണം നമുക്ക് എന്ത് ചെയ്യണം, ഈ ആക്റ്റീവിന്ന് എടുത്ത് ഓവറിലേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക്, ടാർഗറ്റ് കോളത്തിലേക്ക് ഇതിനെ അസൈൻ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. ഇപ്പൊ നമ്മൾ ഒന്നിന്റെ മേലെ എച്ച് ഓവർ ചെയ്തില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടൊന്നും ഇല്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്താലും ജസ്റ്റ് റിട്ടേൺ ചെയ്താൽ മതി. അതൊരു വേരിഫിക്കേഷൻ, ഒരു ജസ്റ്റ് വാലിഡേഷൻ ചെക്കിംഗ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന എലമെന്റിനെയും അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആ ഒരു കോളത്തിന്റെയും, ഈ രണ്ട് കോളത്തിന്റെയും സ്റ്റാറ്റസ് നമ്മൾ ഫെച്ച് ചെയ്യണം. അപ്പൊ ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ആക്റ്റീവ് ആയിരിക്കുന്ന കോളത്തിന്റെ സ്റ്റാറ്റസ് അറിയണം. അതുപോലെ തന്നെ ഏത് കോളത്തിലേക്കാണോ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടത് ആ ഒരു കോളത്തിന്റെ സ്റ്റാറ്റസ് അറിയണം അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, എന്റെ കോളം ഡോട്ട് JXൽ പോവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോളത്തിനെ ഈ DND കോണ്ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡ്രാഗ് ചെയ്തിരിക്കുന്ന കോളത്തിന്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ട കോളത്തിന്റെ ഡീറ്റെയിലും ആക്സസ് ചെയ്ത് അതിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ട് ഒരു ഹുക്ക്, രണ്ട് ഹുക്സ് നമ്മൾ യൂസ് ചെയ്യും. അതിൽ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഹുക്കാണ് യൂസ് ഡ്രോപ്പബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക്. അപ്പൊ ഫസ്റ്റ് ഡ്രോപ്പബിൾ ഹുക്കിനെ ഞാൻ ഫസ്റ്റ് ഇതിന്ന് DND കിറ്റിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. നമ്മൾ ഈ യൂസ് ഡ്രോപ്പബിൾ ഹുക്കിനെ കോൾ ചെയ്തിട്ട് നമ്മുടെ ഈ കോളമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് യൂസ് ഡ്രോപ്പബിൾ ഹുക്കിനെ കോൾ ചെയ്യുക. അവിടെ ഇൻപുട്ട് ആയിട്ട് ഒബ്ജക്റ്റ് ആണ് പാരാമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ID സെറ്റ് ചെയ്ത് കൊടുക്കണം. ID ആയിട്ട് നമ്മുടെ ഈ കോളത്തിൽ ID, അതായത് സ്റ്റാറ്റസ് ഏതാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇത് റിട്ടേൺ ചെയ്യുന്നത് സെറ്റ് ഡോട്ട് റെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ആണ് നമ്മുടെ ഈ കോളത്തിലേക്ക് നമ്മൾ റെഫറൻസ് ആയിട്ട് അസൈൻ ചെയ്യുന്നത്. അപ്പൊ എന്തായി, ഈ കോളവും അതുപോലെ തന്നെ ഈ ഡ്രോപ്പബിൾ ഹുക്കും ആയിട്ട് കണക്റ്റഡ് ആവും. അപ്പൊ ഞാൻ അത് റിട്ടേൺ ചെയ്യുന്ന ഒരു സെറ്റ് നോഡ് റെഫിനെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ റെഫറൻസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാറില്ലേ, അത് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. റെഫറൻസ് ആട്രിബ്യൂട്ട് ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ DND കോണ്ടെക്സ്റ്റുമായിട്ട് ഈ ഒരു കോളം കണക്റ്റഡ് ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇപ്പൊ നമ്മൾ ഡ്രോപ്പ് ചെയ്തു, അപ്പൊ നമ്മൾ ഡ്രോപ്പ് ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് ഡ്രാഗും കൂടെ എടുക്കണം അല്ലെ. അപ്പൊ ഈ രണ്ടും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ വന്നിട്ട് ഡ്രാഗും ഡ്രോപ്പും ചെയ്യേണ്ട ആ ഒരു കോളംസിന്റെ സ്റ്റാറ്റസ് നോക്കി ആ പർട്ടിക്കുലർ ടാർഗറ്റ് കോളത്തിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റൂ. എഗെയിൻ നമ്മൾ രണ്ടാമത്തെ, ഞാൻ പറഞ്ഞ രണ്ട് ഹുക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ ഓൾറെഡി യൂസ് ഡ്രോപ്പബിൾ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഡ്രോപ്പിന്റെ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഹുക്ക് എന്ന് പറയുന്നത് യൂസ് ഡ്രാഗബിൾ ഹുക്കാണ്. അതായത് നേരത്തെ നമ്മൾ എടുത്തത് ഡ്രോപ്പബിൾ ഹുക്കാണ്, അതിന് നമ്മൾ കോളവുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഓരോ ടാസ്കുമായിട്ട് ഈ ഡ്രാഗബിൾ, കാരണം ടാസ്കിനെ അല്ലേ നമ്മൾ ഡ്രാഗ് ചെയ്ത് കോളത്തിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പൊ യൂസ് ഡ്രാഗബിൾ ഹുക്കിനെ കോൾ ചെയ്യാം. ഇനി ഈ ഹുക്കിന്റെ അകത്ത് നമ്മൾ ഈ ഹുക്കിനെയും കോൾ ചെയ്യുക ഡ്രോപ്പബിൾ ഹുക്ക് പോലെ. ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഈ ടാസ്കിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒബ്ജക്റ്റ് ആയിട്ട് നേരത്തെ ചെയ്ത പോലെ ID സെറ്റ് ചെയ്ത് കൊടുക്കുക. ടാസ്കിൽ എന്താണോ
ID സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് അതിന്റെ യൂണീക്ക് ആയിട്ടുള്ള ID ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ സ്റ്റാറ്റസ് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അതായത് കറന്റ് ഈ ഒരു പർട്ടിക്കുലർ ഏത് കോളത്തിലാണോ നിൽക്കുന്നത്, ഏത് സ്റ്റാറ്റസ് ആണോ ഈ ഒരു ടാസ്കിനുള്ളത്, ആ ടാസ്ക് അത് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അഗെയിൻ കോളം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ള ടാസ്കിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള കീയിൽ തന്നെ ആയിരിക്കുമല്ലോ അത് ആണല്ലോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ടാസ്കിന്റെ അകത്ത് ഐഡിയും സ്റ്റാറ്റസും എടുത്ത് ഈ ഒരു ഡ്രോപ്പബിൾ ഹുക്കിനെ കോൾ ചെയ്തു. ഇനി ഡ്രാഗബിൾ ഹുക്ക് റിട്ടേൺ ചെയ്ത പോലെ തന്നെ ഇതും 4 കാര്യങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഒന്ന് ആട്രിബ്യൂട്ട്സ് ആണ്, അതുപോലെ തന്നെ ലിസണേഴ്സ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയ സെറ്റ് നോഡ് റെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കും, പിന്നെ ട്രാൻസ്ഫോമും. ട്രാൻസ്ഫോം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തുള്ള എക്സും വൈയും പൊസിഷൻ റിട്ടേൺ ചെയ്യുന്നതാണ്. നോഡ് റെഫ് നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ HTML എലമെന്റ്സിലെ റെഫറൻസ് സെറ്റ് ചെയ്തില്ലേ, അതിന് സെയിം തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ആട്രിബ്യൂട്ടിനെ ലിസണേഴ്സിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡീസ്ട്രക്ചറിങ് ചെയ്താൽ മതി. അഗെയിൻ ഈ ഡിവിഷനിൽ വരിക, ഫസ്റ്റ് ആട്രിബ്യൂട്ട്സിനെ ഡീസ്ട്രക്ചറിങ് ചെയ്യുക, അതുപോലെ തന്നെ ലിസണേഴ്സിനെ ഡീസ്ട്രക്ചറിങ് ചെയ്യാം. പിന്നെ റെഫ് ആട്രിബ്യൂട്ട് ആയിട്ട് സെറ്റ് നോഡ് റെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നത് ടെയിൽവിന്റെ ക്ലാസ് ആണ്. ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു ഡ്രാഗബിൾ ആയിട്ടുള്ള എഫക്റ്റ് അപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ അതിന് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന എക്സും വൈയും പൊസിഷൻ എടുത്തിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി CSSന്റെ. എന്നിട്ട് സ്റ്റൈലായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും, അതായത് കസ്റ്റം സ്റ്റൈൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഈ ഒരു CSSന്റെ ക്ലാസ്സസ് ആണ്, സോറി ടെയിൽവിന്റെ ക്ലാസ്സസ് ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്റ്റൈലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റൈൽ ഈക്വൽ ടു ഫസ്റ്റ് ട്രാൻസ്ഫോം സെറ്റ് ചെയ്ത് കൊടുക്കണം. ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഒരു ട്രാൻസ്ഫോം സ്റ്റൈല്, ഇൻ കേസ് അതിൽ അസൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അൺഡിഫൈൻഡ് റിട്ടേൺ ചെയ്താൽ മതി. ഇനി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഞാനൊരു ട്രാൻസ്ലേറ്റ് 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോം ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഉള്ള എക്സ് ആക്സിസിന്റെ ഈ ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന എക്സ് ആക്സിസ് പൊസിഷനില്ലേ, അത് പിക്സലില്, അതുപോലെ തന്നെ അഗെയിൻ വൈ ആക്സിസും ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന വൈയും പിക്സലിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു ട്രാൻസിഷനും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അഗെയിൻ ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് റിട്ടേൺ ചെയ്യാം. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ .2 സെക്കൻഡിന്റെ ഏസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫൈനലി ഈ ഡിവിഷന്റെ സ്റ്റൈലായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റൈല് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ app.jxsലേക്ക് തിരിച്ചു വരിക. ഇപ്പൊ നമ്മൾ ആക്റ്റീവും ഓവറും ആയിട്ടുള്ള ആ 2 കോളത്തിനെ ആക്സസ് ചെയ്തു. ഇനി നമ്മൾ അതിന്റെ സ്റ്റാറ്റസ് ആക്സസ് ചെയ്യണം അല്ലെ. അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റ് സോഴ്സ് കോളത്തിന്റെ ആക്സസ് ചെയ്യണം, അതായത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിന്റെ ID ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ടാർഗറ്റ് കോളം ആക്സസ് ചെയ്യുക, അതായത് ഓവറിൽ നിൽക്കുന്ന ഐഡിയും ആക്സസ് ചെയ്യാം. ഇനി ഒരു ചെക്കിംഗ് കൂടെ നടത്തണം. ഇഫ് ഓഫ് സോഴ്സും ഡെസ്റ്റിനേഷനും കോളം എക്സിസ്റ്റിംഗ് ആയിരിക്കണം. നോട്ട് ഈക്വൽ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ചെയ്താൽ മതി. ഒരു കേസും കൂടി ഉണ്ട്, സോഴ്സ് തന്നെയാണ് ടാർഗറ്റ് കോളമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പ്രത്യേകിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടും സ്റ്റാറ്റസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിട്ടേൺ മാത്രം ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണല്ലേ. അതായത് നമ്മൾ ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്യുക. ആക്സസ് ചെയ്തിട്ട് സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിന്റെ സ്റ്റാറ്റസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ബ്രെയിൻ സ്റ്റോം ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ടാസ്ക് ഇപ്പൊ നിൽക്കുന്നത് ടു ഡൂവിലല്ലേ. അപ്പൊ അത് എടുത്തു, ആ ഒരു ഡെവലപ്പർ ഈ പർട്ടിക്കുലർ ടാസ്ക് എടുത്തു. അപ്പൊ അത് ഇൻ പ്രോഗ്രസിലേക്ക് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചു.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എൻ്റെ ടാസ്ക് അറേയിൽ കൂടെ ലൂപ്പ് ചെയ്യാം. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിനെ ആക്സസ് ചെയ്തിട്ട് ആ ടാസ്കിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണോ ആ സ്റ്റാറ്റസിനെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നിൽക്കുന്ന കോളത്തിന്റെ സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഇപ്പൊ കറന്റ്ലി നമുക്ക് നിൽക്കുന്ന സ്റ്റാറ്റസുകൾ എല്ലാം റിട്ടേൺ ചെയ്യും. അതിന് പ്രീവിയസ് ടാസ്കിൽ കൂടെ നമ്മൾ മാപ്പ് ചെയ്യുക. മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കറന്റ്ലി നിൽക്കുന്ന സ്റ്റാറ്റസ് ഏതാണോ, സോറി, ഓരോ ഇൻഡിവിജ്വൽ ടാസ്കിനെയും കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് ആക്റ്റീവായിട്ട്, അതായത് കറന്റ് സ്റ്റാറ്റസ്, ഇതിന്റെ സ്റ്റാറ്റസ് ഈക്വൽ ആണോ ഇപ്പോൾ ഉള്ള ടാസ്കിന്റെ ഐ ഡിന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ടാസ്കിനെ നമ്മൾ ഡീസ്ട്രക്ചറിങ് ചെയ്തിട്ട് അതിന്റെ സ്റ്റാറ്റസ് ടാർഗറ്റ് കോളമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ എൻ്റെ ടാസ്കിനെ എന്ത് ചെയ്താൽ മതി, നമ്മൾ റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളിവിടെ ഫസ്റ്റ് വന്നു ഇവന്റ് റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ആക്റ്റീവ് ആയിരിക്കുന്ന ടാസ്കും അതുപോലെ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ആ ഒരു കോളവും ആയിരിക്കും. ഇത് രണ്ടും നള്ളാണെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഇവിടെ ഈ കോളം എന്നുണ്ടെങ്കിലും ഇത് റിട്ടേൺ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ടാസ്കിന്റെ ഐഡിയ ആട്ടോ. ഇവിടെ കോളത്തിന്റെ സ്റ്റാറ്റസ് അല്ല. ടാസ്ക് 1 ആണെങ്കിൽ ആ ഒരു 1 ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇത് കോളത്തിന്റെ സ്റ്റാറ്റസ്, അതായത് നമുക്ക് ഇൻ പ്രോഗ്രസ്സിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ ഇൻ പ്രോഗ്രസ് ആയിരിക്കും. അപ്പൊ നമ്മൾ മാപ്പ് ഇത് ഇൻ കേസ് ഇത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു പർട്ടിക്കുലർ ആ ഒരു ടാസ്കിന്റെ ഐഡിയും അതുപോലെ തന്നെ നമ്മൾ മാപ്പ് ചെയ്യുന്ന ടാസ്കിന്റെ ഐഡിയും, ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടാസ്കും നമ്മൾ മാപ്പ് ചെയ്യുന്ന ഈ ഒരു ടാസ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ആക്റ്റീവ് ടാസ്കിൽ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡീസ്ട്രക്ചറിങ് ചെയ്തിട്ട് അതിന്റെ ജസ്റ്റ് സ്റ്റാറ്റസ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത കേസിൽ ആ ടാസ്കിനെ റിട്ടേൺ ചെയ്യാം, ബാക്കിയുള്ള ടാസ്കുകൾ റിട്ടേൺ ചെയ്യാം. ഇനി നമുക്ക് ഇന്റർഫേസിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. npm run doc. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഡിപ്ലോയിനെ ഇങ്ങോട്ട് ലൂപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിസൈൻ റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് ആയതുകൊണ്ട് ഇതെല്ലാം പോകും. കോഡ് ഞാൻ ഷെയർ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.